അതില്ലാണ്ട് നമ്മൾ ജീവിച്ചിട്ട് ഇന്നത്തെ സമൂഹത്തിലൊരു കാര്യം. ജോലി കിട്ടുന്നതിന് ഏറ്റവും സഹായകമാണ്, ഒരു ഡോക്യുമെന്റ് ആണല്ലോ. ജോലി കിട്ടിയില്ലെങ്കിലും നമുക്ക് വിദ്യാഭ്യാസം വേണം. എന്ത് കാര്യത്തിലും സംസാരിക്കാനുള്ള ഒരു ഇത് വേണം. ഇന്നത്തെ കാലഘട്ടത്തിൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്കറിയാം മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് SSLC+2 ആണ്. അപ്പോൾ ഈ SSLC+2 നേടുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് പബ്ലിക്കിനോട് തന്നെ ചോദിച്ചു നോക്കാം. വായ് അത് ഏറ്റവും സൗകര്യമുള്ള സ്ഥലമാണ്. വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പുല്ല് പോലെ കാര്യം നടത്തില്ല. അറിവ് എന്ത് കാര്യത്തിനുള്ള അറിവ് വേണം നമുക്ക്. ജോലി കിട്ടിയില്ലെങ്കിലും നമുക്ക് വിദ്യാഭ്യാസം വേണം. എന്ത് കാര്യത്തിലും സംസാരിക്കാനുള്ള ഒരു ഇത് വേണം. ഇന്നത്തെ കാര്യം നമുക്ക് ആരോടും ചോദിക്കാതെ എന്തൊരു സാധനം, ഒരു ആപ്ലിക്കേഷൻ ഫോമോ ഫില്ല് ചെയ്യാനൊക്കെ വേണം. അല്ലെങ്കിൽ അതില്ലെങ്കിൽ നമ്മൾ എല്ലാവരുടെയും അടുത്ത് പോകണ്ടേ? അതൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു അവസരം വന്നു കഴിഞ്ഞാൽ വിദ്യാഭ്യാസം ഇല്ലാത്തതിന്റെ പേരിൽ നമുക്കൊരു ദുഃഖം വരും. അത്യാവശ്യമാണ് ഈ മിനിമം ക്വാളിഫിക്കേഷൻ. ജോലി കിട്ടുന്നതിന് ഏറ്റവും സഹായകമാണ്, ഒരു ഡോക്യുമെന്റ് ആണല്ലോ. രണ്ടാമത് ജോലി കിട്ടിയാൽ തന്നെ അത് ഓഫീസിലുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ മിനിമം നോളജ് ആവശ്യമാണ്. അതുകൊണ്ട് മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ 10 and 12 ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും ഗവൺമെൻറ് ഓഫ് കേരളയും അപ്രൂവ് ചെയ്തിട്ടുള്ള വാലിഡ് ഡോക്യുമെൻ്റാണ്. എന്ന് മാത്രമല്ല, ഇപ്പം കേരളത്തെ സംബന്ധിച്ചിടത്തോളം 10th 12th പാസ്സായി കഴിഞ്ഞാൽ എല്ലാ ജോലികളും കിട്ടും. വേണ്ടെന്നുള്ള സാറിന്റെ അഭിപ്രായം? ക്വാളിഫിക്കേഷൻ വേണം. ബേസിക് ക്വാളിഫിക്കേഷൻ ഇല്ലാണ്ട് ഒരു കാര്യം. വേണം. അതില്ലാണ്ട് നമ്മൾ ജീവിച്ചിട്ട് ഇന്നത്തെ സമൂഹത്തിലൊരു കാര്യം. അതെ.